number 726. മാന്യ സദസ്സിനെ വന്ദനം. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ കഥ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണല്ലേ? എന്നാൽ കേട്ടോളൂ, ഞാനൊരു കഥ പറയാം. എന്തു കഥയാണെന്നറിയാമോ? ഒരമ്മയ്ക്ക് മകനോടുള്ള നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ കഥ. കഥയുടെ പേരാണ് മാതൃസ്നേഹത്തിന്റെ തൂവൽ സ്പർശം. ശ്രദ്ധിച്ചു കേൾക്കണം. അതാ ദൂരെ ഒരു ഗ്രാമം. പച്ചവിരിച്ച പുല്ലേലുകളും മൊട്ടക്കുന്നുകളും കളകളും പാടി വരുന്ന പൂഞ്ചോലകളും പുഴകളും നിറഞ്ഞ മനോഹരമായ ചിത്തിരപുരം ഗ്രാമത്തിലാണ് എൻ്റെ ഈ കഥ നടക്കുന്നത്. അതാ ആ വീടിന്റെ വിമലത്ത് ആരെയോ കാത്തിരിക്കുകയാണ്. ജാനുഅമ്മ. തന്റെ മകൻ രാമു ഇനിയും വന്നിട്ടില്ല. ജാനുഅമ്മയുടെ മനസ്സ് പെട്ടെന്ന് കഴിഞ്ഞ കാലത്തേക്ക് പാഞ്ഞു. രാമുവിന്റെ അച്ഛന്റെ പെട്ടെന്നുള്ള മരണം അവനെ പഠിപ്പിച്ചു വലിയവനാക്കാൻ താൻ കഴിച്ച പാട് അവനെ പഠിപ്പിച്ചു വലിയവനാക്കണം എന്ന ചിന്ത മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് സാമാന്യം തരക്കേടില്ലാത്ത ഒരു ജോലിയാണുള്ളത്. കഷ്ടപ്പാടുകൾ തന്റെ കാലിന്റെ സ്വാധീന ശക്തി കുറച്ചെന്ന് മാത്രം. അമ്മേ അമ്മേ കേൾക്കാൻ കാത്തിരുന്ന തന്റെ മകന്റെ വിളി കാതിൽ പറ്റപ്പോൾ ജാനുഅമ്മ ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്നു. മകൻ എത്തിയതും അവർ ഊന്നുവടിയുടെ സഹായത്തോടെ മകന്റെ അടുത്തു ചെന്നു. അമ്മേ, നാളെ നേരം വെളുത്തിട്ട് പട്ടണത്തിൽ പോയി അമ്മയുടെ കാലൊന്ന് കാണിക്കാം. അതിന് പുഴയ്ക്കക്കരെ എങ്ങനെ കടക്കും മോനെ? എന്റെ കാൽ കൊണ്ട് പറ്റില്ലല്ലോ. ജാനുഅമ്മ വളരെ വിഷമത്തോടെ ചോദിച്ചു. അതിനല്ലേ അമ്മേ ഞാൻ കൂടെയുള്ളത്? തന്റെ മകന്റെ വാക്കുകൾ അവനെ കൂടി തഴപ്പിച്ചു. പിറ്റേന്ന് രാവിലെ അവർ പുറപ്പെട്ടു. ഊന്നുവടിയുമായി ആ അമ്മയും നടന്നു. മരപ്പാലം കടക്കണം. വളരെ ബുദ്ധിമുട്ടി മരപ്പാലത്തിൽ കയറിയതും കാൽ തെറ്റിയതും ഒന്നിച്ചായിരുന്നു. രാമു പെട്ടെന്ന് ഇരു കൈകൾ കൊണ്ട് അമ്മയെ താങ്ങി ചേർത്ത് പിടിച്ചു. തന്റെ മകന്റെ കൈകളിൽ താൻ എത്ര സുരക്ഷിതയാണെന്ന് ഓർത്ത് അവർ കൂടി തളിച്ചു. രാമു അമ്മയെ താങ്ങി പതിയെ നടന്നു. മരപ്പാലത്തിന്റെ നടുവിലെത്തിയതും അവൻ ചുറ്റും നോക്കി. ആരുമില്ല. രാമു തന്റെ അമ്മയെ പുഴയിലേക്ക് ആഞ്ഞു തള്ളി. മോനെ! ആ ഒരു നിലവിളി പുഴയുടെ ഒഴുക്കിനോടൊപ്പം വലിഞ്ഞു ചേർന്നു. അയാൾ സന്തോഷത്തോടെ തിരിച്ചു വീട്ടിൽ വന്നു. അന്ന് കാലങ്ങളായി കരുതി വച്ച പണപ്പെട്ടി തുറന്നു. തന്റെ കാലശേഷം തന്റെ മകനായ രാമുവിനാണെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. എന്തായാലും കാലശേഷം തന്നെയാണ് ഞാൻ അതിൽ തൊട്ടത്. രാമുവേട്ടാ, രാമുവേട്ടാ. പിറ്റേന്ന് രാവിലെ അയൽവക്കത്തുള്ള ഉണ്ണിയുടെ നിലവിളി കേട്ടാണ് അവൻ ഉണർന്നത്. വാതിൽ തുറന്നതും കൈനീട്ടി പിടിച്ച പത്രവുമായി ഉണ്ണി വിക്കി വിക്കി പറഞ്ഞു. രാമുവേട്ടാ, രാമുവേട്ടന്റെ അമ്മ. ഉണ്ണി നീട്ടിപ്പിടിച്ച പത്രം രാമു വാങ്ങി ചലമകോളങ്ങൾ ഒന്നൊന്നായി പരത്തി. പക്ഷേ ആ വാർത്ത മാത്രം കണ്ടില്ല. അയാൾ ഉത്കണ്ഠയോട് ചോദിച്ചു, എവിടെ? ഉണ്ണി ചൂണ്ടിക്കാണിച്ച കോളത്തിലേക്ക് അയാൾ കണ്ണോടിച്ചു. പുഴയിൽ അകപ്പെട്ട വൃദ്ധ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രാമു ആ വാർത്ത ഒരു ഞെട്ടലോടെ വായിച്ചു. പുഴയിൽ വീണുകിടന്ന മരത്തിന്റെ വേരിൽ പിടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. രാമുവിന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. തളർന്ന് നിലത്തിരുന്നു പോയി. അപ്പോൾ തന്റെ അമ്മയുടെ കണ്ണുകൾ പോലെ ഒരു കാറ്റവനെ തഴുകി കടന്നു പോയി. അത് മാതൃസ്നേഹത്തിന്റെ തൂവൽ സ്പർശമായി അയാൾക്ക് അനുഭവപ്പെട്ടു.